നേരത്തെ കോവിഡ് കാലത്ത് നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒന്ന് രണ്ട് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീണ്ടും നമ്മൾ പുതിയ വീഡിയോസൊന്നും ഇതുവരേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഫിനാൻഷ്യൽ ടിപ്സ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലിന് ഞാനിപ്പോൾ ഒന്ന് തട്ടിക്കുടഞ്ഞ് റെഡിയാക്കി എടുത്തതാണ്. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്, അതായത് ഒരു ബേസിക്സ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ്? ഇപ്പോൾ നമുക്ക് ബാക്കി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ കോഴ്സുകളിൽ കൂടെയാണ് പഠിക്കുന്നത് അല്ലേ. നമ്മുടെ ബിടെക് പഠിക്കുന്നു, BSc മാത്സ്, അതേപോലെ തന്നെ പല തൊഴിലിനും വേണ്ടിയിട്ട് നമ്മൾ പല കോഴ്സുകളും പഠിക്കുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നിലവിൽ കോഴ്സുകളോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് നമുക്ക് അനുഭവങ്ങളോ അല്ലെങ്കിൽ വിവരങ്ങളോ തരാൻ പ്രത്യേകിച്ച് സംവിധാനങ്ങളില്ല. വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, ധാരാളം ആളുകൾ പല യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് അവരുടേതായ രീതിയിൽ അവർ ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താറുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യം ഒരു കുടുംബത്തിന് ശാസ്ത്രീയമായ രീതിയിൽ, അതായത് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിലവിലുള്ള വരുമാനത്തിനെ ഭാവിയിൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം എങ്ങനെ വിനിയോഗിക്കാം എന്നാണ് ശരിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. പ്രോപ്പറായിട്ട് നമ്മുടെ ഫിനാൻസ് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പോൾ ഏത് പ്രായത്തിലാണ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ തുടങ്ങേണ്ടത്? അപ്പോൾ നമ്മളെല്ലാവർക്കും ഒരു 25 വയസ്സ് 26 വയസ്സ് വരെ നമ്മളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ് നമുക്കൊരു ജോലിയൊക്കെ കിട്ടുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് ഏകദേശം 28 വയസ്സ് 30 വയസ്സാണ്. അപ്പോൾ ആ സമയത്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് ആ ഒരു പ്രായമാണ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എത്ര നേരത്തെ നമ്മൾ ആരംഭിക്കുന്നുവോ അത്രയും നേരത്തെ നമുക്കതിൻ്റെ ഗുണഫലങ്ങളും വലുതാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മൾ തുടങ്ങാൻ പോകുന്നതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ളത് നിലവിലുള്ള നമ്മളുടെ കറൻറ്റ് ഫിനാൻസ് പൊസിഷൻ എന്താണ് എന്നുള്ളതാണ്. എന്താണ് കറൻറ്റ് ഫിനാൻസ് പൊസിഷൻ എന്ന് പറയുന്നത്? നമുക്കിപ്പോൾ എല്ലാ മാസവും നമുക്ക് കിട്ടുന്ന ഇൻകം എത്രയാണ്, ആ ഇൻകത്തിൽ നമുക്കൊരു എല്ലാ മാസവും വരുന്ന ഒരുപാട് ചിലവുകൾ ഉണ്ടായിരിക്കും അല്ലേ. ആ ചിലവിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപ നമ്മൾ മാറ്റി വയ്ക്കും. അതേപോലെ തന്നെ നമുക്ക് കാറിൻ്റെ EMI ഉണ്ടായിരിക്കും, അതുപോലെ ചിലപ്പോൾ ഹൗസിംഗ് ലോണിൻ്റെ EMI ഉണ്ടായിരിക്കും, കുട്ടികളുടെ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് എത്ര രൂപ നമുക്ക് സേവിങ്സിനായിട്ട് മാറ്റി വയ്ക്കാനുണ്ട്, അതല്ലെങ്കിൽ നിലവിലുള്ള കറൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നുള്ളത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സെറ്റ് യുവർ ഗോൾസ് ആണ് അല്ലേ. നമുക്ക് 2 തരത്തിലുള്ള ഗോൾസ് വരും നമ്മുടെ ലൈഫിൽ. അത് 2 തരത്തിലുള്ള ഗോൾസ് എന്ന് പറയുന്നത് നമുക്ക് ഷോർട്ട് ടേം ഗോൾസും വരുന്നുണ്ട്, ലോങ് ടേം ഗോൾസും വരുന്നുണ്ട്. ഷോർട്ട് ടേം ഗോൾസ് എന്ന് പറയുന്നത് നമുക്ക് 5 വർഷത്തിനുള്ളിൽ നമുക്ക് ധാരാളം ആവശ്യങ്ങൾ വരാറുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്ക് നിലവിലൊരു കാറുണ്ട്, ആ കാറ് മാറ്റി നമുക്ക് ഒരു നല്ലൊരു കാറ് വാങ്ങണം, അതേപോലെ തന്നെ നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങണം, അതേപോലെ തന്നെ നമുക്കൊരു വീട് പണി ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ കുറേ കാലം കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാര്യമല്ല, അടുത്ത 5-6 വർഷത്തിനുള്ളിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ 5-6 വർഷത്തിന് ഉള്ളിൽ വരുന്ന കാര്യങ്ങളെ നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ് എന്നും അടുത്ത ഒരു 10 വർഷത്തിന് ശേഷം വരുന്ന ഗോൾസിനെ നമുക്ക് ലോങ് ടേം ഗോൾസ് എന്നും നമുക്ക് പറയാം. ലോങ് ടേം ഗോൾസിൽ നമുക്ക് എന്തൊക്കെ വരാം? ഇപ്പോൾ നമുക്ക് 2 വയസ്സായ ഒരു കുഞ്ഞുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നാളെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അല്ലേ. ആ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് മാറ്റി വെക്കണം, അതൊരു ലോങ് ടേം ഗോൾസിൽ പെടും നമുക്ക്. അതേപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളൊരു ഗവൺമെൻറ് ജോലിയാണെങ്കിലും നമ്മളൊരു പ്രൈവറ്റ് ജോലിയാണെങ്കിലും നമുക്ക് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര രൂപ മാറ്റി വെക്കണം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ടൂറുകൾ, അതായത് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കാണും അല്ലേ. നമുക്ക് കുറേ സ്ഥലങ്ങളൊക്കെ കാണണം, ഒരു ഇന്ന സമയമായി കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഫണ്ട് നമുക്ക് വേണം എന്നുള്ള പലർക്കും ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പലർക്കും കാണാം. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾസിനെയാണ് നമ്മൾ ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ 2 തരം ഗോൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ 2 കാര്യം
കാര്യങ്ങളാണ് പറഞ്ഞ. ഒന്ന്, നമ്മുടെ കറൻറ്റ് ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്കറിയാം. രണ്ട്, നമ്മുടെ ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുക. അതിൽ തന്നെ 2 തരം ഗോൾസ് ഉണ്ട്. ഒന്ന് ഷോർട്ട് ടേം ഗോൾസും ഒന്ന് ലോങ് ടേം ഗോൾസും. അതായത് കുറച്ച് കാലം കഴിഞ്ഞ് വരുന്നതും അടുത്ത 5 വർഷത്തിനുള്ളിൽ വരുന്നതും. അത് കഴിഞ്ഞ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് മന്ത്ലി ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പല കുടുംബങ്ങളിലെയും അവസ്ഥ എന്താണ്, കൃത്യമായ ഒരു ബഡ്ജറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല. ഓരോ മാസങ്ങളിലും കുറേ പുതിയ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ചിലവുകൾ നമുക്ക് വരും. കഴിഞ്ഞ മാസത്തെ ഒരു ബഡ്ജറ്റേ ആയിരിക്കില്ല ഈ മാസത്തെ ഒരു ബഡ്ജറ്റേ ആയിരിക്കില്ല അടുത്ത മാസം. അപ്പം അങ്ങനെയല്ല, അത് കൃത്യമായൊരു ബഡ്ജറ്റ്. അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കും. EMI ഒഴിവാക്കാൻ പറ്റില്ല, നമ്മുടെ ഫാമിലി എക്സ്പെൻസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ പല കാര്യങ്ങൾക്കും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളുടെ ഫണ്ട് നമുക്ക് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ളൊരു ബഡ്ജറ്റ് നമുക്കുണ്ടായിരിക്കും. ഓരോ മാസവും നമ്മളുടെ വീട്ടിലത്തെ കാര്യങ്ങൾക്ക്, അതുപോലെ എല്ലാ മാസവും വരുന്ന കുറേ ചിലവുകൾ കാണും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ട, ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഒരു എമർജൻസി ഫണ്ട് എന്നുള്ളത്. എന്താണ് എമർജൻസി ഫണ്ട്? എമർജൻസി എന്ന പേരിൽ പറയുന്നത് പോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ നമുക്ക് വരാം. ചിലപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും മിക്കവാറും. അപ്പോൾ ഈ ജോലി നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം, അതായത് പ്രൈവറ്റ് ജോലിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു കമ്പനിയിൽ നിന്ന് നമ്മൾ പോകുന്ന അടുത്തൊരു കമ്പനിയിലേക്ക് നമ്മൾ ജോലി സെറ്റ് ആവുന്നത് വരെ ചിലപ്പോൾ നമുക്ക് ഇൻകം ഇല്ലാത്തൊരവസ്ഥ വരാം. അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നതിൻ്റെ പേരിൽ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരാം. അപ്പോൾ ഇത്തരം സമയങ്ങളിൽ നമുക്ക് ഒരു എമർജൻസി ഫണ്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. എന്താണ് എമർജൻസി ഫണ്ടിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്? ഒരു മിനിമം 30,000 രൂപ ഇല്ലാതെ ഒരു മാസം നമ്മുടെ ചിലവുകൾ നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ 6 മാസത്തേക്കുള്ള തുകയാണ് നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 30,000 രൂപ ഇൻറ്റു 6, ഇതാണ് നമ്മളുടെ ഒരു വർഷത്തെ എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. നിർബന്ധമായിട്ട് എല്ലാ കുടുംബങ്ങൾക്കും ഒരു എമർജൻസി ഫണ്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നോക്കാനുള്ള ഒരു കാര്യം നമ്മളുടെ റെഡ്യൂസ് ഡെപ്റ്റ്സ് ആണ്. അതായത് നമുക്ക് കുറേ ലോണുകൾ നമുക്കുണ്ടായിരിക്കാം, അല്ലേ? പലതരത്തിലുള്ള ലോണുകൾ നമുക്കുണ്ടായിരിക്കാം. ഹൗസിംഗ് ലോൺ ഉണ്ടായിരിക്കാം, കാർ ലോൺ ഉണ്ടായിരിക്കാം, പ്രൈവറ്റ് ഫിനാൻസുകളിൽ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ലോൺ കിട്ടാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവരെ നമുക്ക് എളുപ്പത്തിൽ ലോണ് തരും, പക്ഷെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ലോണുകളെയൊക്കെ നമ്മളൊന്ന് വെച്ച് ഇതിൽ ഏതൊക്കെ ലോണുകളാണ് നമ്മളുടെ പൈസ ഒരുപാട് കൊണ്ടുപോകുന്നത്, അതായത് ഇപ്പം പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് ധാരാളം ഇൻട്രസ്റ്റിൻ്റെ പെർസെൻറ്റേജ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ലോണുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അടച്ച് തീർത്തുകൊണ്ട് നമുക്ക് ഈ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന ലോണുകളിലേക്ക് നമുക്ക് മാറാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ചധികം പൈസ നമുക്കൊരു ലാഭം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ലോണുകളെ പറ്റിയിട്ട് നമ്മളൊന്ന് പഠിക്കുകയും ലോണുകളെല്ലാം ഒരു പ്രോപ്പർ ചാനലിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ അഡീഷണൽ പൈസ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതായിട്ട് നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇതുവരേക്ക് നമുക്ക് ഉണ്ടായിരുന്ന കാര്യമാണ് നമുക്ക് എല്ലാ മാസവും വരുമാനം വരുന്നു, എല്ലാ മാസവും ചിലവാകുന്നു എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാത്ത ഒരാളുകളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക എന്നുള്ളതാണ് ഏഴാമത്തെ ഒരു കാര്യം എന്നുള്ളത്, അല്ലേ? ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്തിട്ടില്ല ഇതുവരേക്ക്, പക്ഷെ നിർബന്ധമായിട്ടും ചെറുതെങ്കിലും ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏഴാമത്തെ ഒരു കാര്യം. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രോപ്പർ ഇൻഷുറൻസ് നമുക്ക് വേണം. കാരണം ഒരു ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത ഒരു കുടുംബവും ഉണ്ടാകരുത്. കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങൾ, അതേപോലെ തന്നെ അസുഖങ്ങൾ, അല്ലേ? എപ്പോൾ വേണമെങ്കിലും പ്രായത്തിനോ അതല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾക്കൊന്നും അതിൽ യാതൊരു പ്രാധാന്യവുമില്ല. ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ലൈഫ് ഇൻഷുറൻസും നമുക്ക് നിർബന്ധമായിട്ട് വേണം. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോങ് ടേം ഗോൾസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ്. കാരണം ലോങ് ടേമിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചെറിയ പ്രീമിയം നമ്മളുടെ കൃത്യമായിട്ടുള്ള ഒരു മെച്യൂരിറ്റി തുക നമുക്ക് അതിൽ കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് ഏറ്റവും അനുയോജ്യമായ കാര്യം നമുക്ക് ഇൻഷുറൻസ് പദ്ധതികളാണ്. അപ്പോൾ അതിലൂടെ നമുക്കൊരു ഇൻഷുറൻസ് കവറേജും കിട്ടുകയും ചെയ്യുന്നു. പക്ഷേ
ചിലപ്പോൾ ചില ഫാമിലികൾക്ക് ആ ഒരു ഇൻഷുറൻസ് കവറേജ് മാത്രം കിട്ടിയാൽ മതിയാവില്ല. അപ്പോൾ അവർക്ക് ടേം ഇൻഷുറൻസുകൾ നമുക്ക് എടുക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ചെറിയ പ്രീമിയം നമ്മൾ അടച്ചു കഴിഞ്ഞാൽ വലിയ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നതിനെയാണ് നമ്മൾ ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏഴാമത്തെ കാര്യം, നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഒരു ലൈഫ് ഇൻഷുറൻസും നമുക്ക് നിർബന്ധമായിട്ട് വേണം എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്, നമ്മളേറ്റവും അവസാനം നമുക്ക് വേണ്ടതാണ് റിട്ടയർമെൻറ്റ് എങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് റിട്ടയർമെൻറ്റാണ്. കാരണം ലോങ് ടേമിൽ റിട്ടയർമെൻറ്റ് ഫണ്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് വളരുന്നു. അപ്പോൾ 30 കൊല്ലത്തെ ഒരു പീരീഡ് നമുക്ക് കിട്ടുകയാണെങ്കിൽ 30 കൊല്ലം കൊണ്ട് നമ്മളൊരു 20 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 50-60 ലക്ഷം രൂപ നമുക്കത് മെച്യൂരിറ്റി ആയിട്ട് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് ബാലൻസ്, നമ്മുടെ ഈ ചിലവുകളൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന തുകയെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിനുള്ള പല മാധ്യമങ്ങളും നമുക്കുണ്ട്. FDകളുണ്ട്, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, SIPകളുണ്ട്, എൻഡോമെൻറ്റ് പ്ലാനുകളുണ്ട്, RDകളുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല ഫണ്ട്, നമ്മൾക്ക് അനുയോജ്യമായ ഫണ്ട് തിരഞ്ഞെടുത്തിട്ട് എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഫസ്റ്റ് കാൽവെപ്പ് നടത്തുക എന്നുള്ളതാണ് നമ്മളുടെ 9ാമത്തെ കാര്യം. അടുത്ത 10 പോയിൻറ്റ്സാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10ാമത്തെ പോയിൻറ്റ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വർഷക്കാലം കൊണ്ട് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് അനലൈസ് ചെയ്യണം. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ കുറവുകൾ എന്തൊക്കെയുണ്ട്, കൂടുതലുകൾ എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളെ നമ്മളൊന്ന് റിവൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ 10ാമത്തെ പോയിൻ്റ്. അപ്പോൾ 10 പോയിൻറ്റ്സാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ്, ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ഓരോ ഫാമിലിക്കും അത് ചെയ്തത് കൊണ്ടുള്ള ഗുണങ്ങളും ചെയ്യാത്തത് കൊണ്ടുള്ള ദോഷങ്ങളുമാണ് നമുക്ക് പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.